ക്ലാസ് കഴിഞ്ഞാൽ ബസ് ഇറങ്ങി നേരെ പുറയിലേക്ക് വരില്ല എന്ന് പറഞ്ഞ മുതലാണ് കുത്തിന്ന് പെറുക്കണേ. ഞങ്ങളെല്ലാവരും കൂടി ഉപ്പർ സർപ്രൈസ് സാധനം വാങ്ങാൻ പോകാൻ തീരുമാനിച്ചു. മറ്റേ സ്കൂളിൽ ബസ് ഇറങ്ങുമ്പോഴേക്കും പോയി കൂട്ടായി ഇറങ്ങി പോയൊക്കെ വേണ്ട മഞ്ചാടി വെറുക്കുമ്പോൾ കുത്തിന്ന് ബബിൾ ഗം പെറുക്കി ഇതെല്ലാം പുറയിൽ തുണിക്ക് തിന്നിരിക്കുമ്പോൾ എന്താണ് പ്ലാൻ. അതിന്റെ അടുക്ക് നമ്മൾ തൂക്കി കോളേജറിയാനുമ്പോ ഇന്നലെ ഗൾഫിൽ പോകാനോ ഞങ്ങൾ എയർപോർട്ടിലാക്കാൻ കയറാനോളൂ. എത്രയും നേരത്തെ പോയി എത്രയും നല്ലത് എന്നെ പൊറുതി മുട്ടിക്കില്ല. ഓള് പറഞ്ഞിട്ട് കാര്യമില്ല. ഹായ് മഴിയേ, ഞാൻ ഇതാ ഇവിടെ ഉണ്ട്. നീ എന്താ കൊണ്ടുപോകുന്നത്? ഏതായാലും മുട്ടായൊക്കെ തന്നാലേ കുറച്ച് ചിരിച്ചു കൊടുത്തേക്കാം. നീ ഇതെന്തേക്കാലോ തിന്നു വെച്ചോനെ. നോക്ക് ദേദിയെ അതിന്റെ കുറച്ച് എനിക്കൊന്നും അടിനെ വാങ്ങി തരുമോ കേട്ടോ പ്ലീസ്. മടിയേ നോക്ക് മടിയേ അവ ഭാഗ്യം വിളി കേട്ടിക്ക്. ഇതെന്നെ ചോദിക്കാൻ പറ്റിയ ആശ്രയം ഇതാ നോക്ക് അതിന്റെ ഷൂടിങ് ഉണ്ടാക്കി. ഇതെന്തേക്കോ ഇത് തിന്നാൻ പറ്റിയേക്കല്ലോ. അങ്ങനെ നമ്മൾ നേരെ പോയി കായ് ചേമ്പ് പൂള തുടങ്ങിയ കൈക്കനികളെല്ലാം വാങ്ങി. അപ്പൊ നിങ്ങൾ ഇതൊക്കെ അവിടെ കിട്ടൂലേ? കിട്ടും, പക്ഷെ നമുക്ക് ഒരേ നിർബന്ധം എല്ലാം നാട്ടുന്നുണ്ട്. പിന്നെ താത്തോളൊക്കെ സർപ്രൈസ് ആക്കാൻ ഒരു വാച്ച് വാങ്ങി. അപ്പൊ ഞാനും അതിനടുത്തതായിട്ട് എന്റെ സർപ്രൈസിന്റെ സെക്ഷൻ. ഇവിടുത്തെ സെയിൽസ്മാനെ കണ്ടെങ്കിൽ ക്രഷ് അടിച്ചു, പക്ഷെ ഡ്രസ് എടുത്തില്ല. അശാന്റെ നാണം കണ്ടതാണ് ഉപ്പന്റെ പെണ്ണാണ് വന്നിട്ടേ ഉള്ളൂ. സാഹചര്യങ്ങൾക്കനുസരിച്ച് കുറച്ച് ഇൻവെർട്ടർ ആണെന്ന് സുഖം അതുകൊണ്ടാണ്. വീടിനെങ്കിലും ഒന്ന് കിട്ടിയാൽ ഇത് 5ാമത്തെ വീടായിരുന്നു. അങ്ങനെ ഒരു ടെസ്റ്റ് അടിച്ചടിച്ച അവസാനം കാക്കുപ്പുള്ള ഡ്രസ്സ് പാക്കിങ്ങിലൊക്കെ ഷിട്ടും സജീവമായിട്ട് പങ്കെടുത്തു. എന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പിന്റെ എക്സ്പീരിയൻസ് ബ്ലോഗ് ആയിട്ട് വരാം. ഓക്കെ ബൈ.